ഓരോ വീട്ടിലും ഓരോ കമ്പ്യൂട്ടർ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇതിപ്പോ ഓരോ വാർഡിലും ഓരോ ഹോസ്പിറ്റൽ പണിയേണ്ട അവസ്ഥയിലേക്കാണ് കേരളം ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അമ്മാതിരി വിഷമാണ് നമ്മൾ ഓരോ ദിവസം കഴിക്കുന്നതും കുടിക്കുന്നതും. എന്തുമാത്രം രോഗികളാണ് ഓരോ ദിവസവും കൂടിക്കൊണ്ടിരിക്കുന്നത് ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ മാത്രം മതി. എവിടെ നിന്നാണ് ഈ രോഗം വരുന്നത്? നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നും നമ്മൾ കുടിക്കുന്ന വെള്ളത്തിൽ നിന്നും. 100 വീടെടുത്ത 50 വീടിലുള്ള ആളുകൾക്ക് ഒന്നല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്ക് ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ കിഡ്നി രോഗം സംബന്ധമായ എന്തെങ്കിലും അസുഖം ഉണ്ടായിരിക്കാം. ഈ ഫുഡ് സംബന്ധമായ ഒരു അസുഖമില്ലാത്ത ഒരാളും ആ വീടുകളിൽ ഉണ്ടാവില്ല. നമ്മുടെ നാട്ടിലെ നിയമപാലകരില്ലാത്തതുകൊണ്ടോ നിയമമില്ലാത്തതുകൊണ്ടോ അല്ല, അത് നിർവഹിക്കുന്ന കൃത്യമായിട്ട് നിലപാടെടുക്കുന്ന നിയമപാലകരില്ലാത്തതിന്റെയാണ് ഈ പ്രശ്നങ്ങൾ മുഴുവൻ. ഒരു കടയിൽ നിന്ന് ബിരിയാണി കഴിച്ചിട്ടുണ്ടെങ്കിൽ മറ്റേ കടയിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനേക്കാളും ടേസ്റ്റ് ആയിരിക്കും. എത്രമാത്രം ടേസ്റ്റ് കൂട്ടാൻ പറ്റുമോ അത്രമാത്രം ടേസ്റ്റ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ഫുഡിലും. ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നു? ഓരോ കൂൾ ഡ്രിങ്ക്സിനും ഇപ്പൊ നമ്മുടെ പുറം നാട്ടിൽ പോയി ഈ കൂൾ ഡ്രിങ്ക്സ് കുടിച്ച ആളുകൾക്കറിയാം ഇവിടുത്തെ കൂൾ ഡ്രിങ്ക്സിന്റെയും അവിടുത്തെ കൂൾ ഡ്രിങ്ക്സിന്റെയും തമ്മിലുള്ള മാറ്റങ്ങൾ. ആ മാറ്റങ്ങൾ അറിയാവുന്നവനറിയാം ഇതിലൊക്കെ വിഷമാണെന്ന്. അപ്പോൾ ഇനി വലിയ താമസമൊന്നുമില്ല. പിന്നെ എനിക്ക് ഇവരോടൊക്കെ പറയാനുള്ളത്, ഈ ജനങ്ങൾ ജീവിച്ചിരുന്നാലേ നിങ്ങളുടെ പോക്കറ്റിലേക്ക് ഇനിയും കാശ് വീഴും. അതുകൊണ്ടെങ്കിലും ആ ജീവിച്ചിരിക്കാൻ വേണ്ടിയെങ്കിലും ഓർത്തിട്ട് ഈ ഫുഡ് ആൻഡ് സേഫ്റ്റി